അപ്പോൾ ഇതാ ഞാനെടുത്ത വീഡിയോ. അപ്പോൾ ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തപ്പോൾ എന്തോ ഒരു സെറ്റിങ്സ് മാറിപ്പോയതിൻ്റെ രീതിയിലാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. താഴത്തെ വിൻഡോൻ്റെ മേലെ വേറൊരു വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു സെറ്റിങ്സ് മാറിയതിൻ്റെതാണ്. ഈ ഒരു ഷോട്ടിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണെന്നുള്ളത്. ഞാനൊന്ന് ഗെയിമിലൊന്ന് കയറട്ടെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു സംഭവം കാട്ടിത്തരാനാണ് ഇത്. ഞാൻ റെക്കോർഡ് ചെയ്തതിൽ വന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം എവിടെയാണ് നമ്മൾ നമ്മുടെ വലിയ വീട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ വീട് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ ജസ്റ്റ് പറ്റുകയാണെങ്കിൽ സ്ക്രീനിൻ്റെ സൈഡിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വലിയത് വീട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു ജപ്പാൻ സ്റ്റൈൽ വീടാണ്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് നെതറിലുള്ള വുഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കാന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് നമ്മൾ മറ്റേ ഓഷ്യൻ മോണിമെൻ്റ് ഇല്ലേ, ഓഷ്യൻ മോണിമെൻ്റ് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ബ്ലോക്ക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ മനസ്സിലായത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ഭാവിക്ക് ഫ്യൂച്ചർക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു വീട് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും റിസോഴ്സസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ സ്റ്റോറേജിലും കുറച്ച് ഇതുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആ ഒരു വീട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു കസ്റ്റം വില്ലേജും ആ സ്റ്റോറേജും മൈനിങ്ങും ഇല്ലേ, ആ ഒരു ഭാഗം കൂടിയും കൂട്ടി യോജിപ്പിക്കാൻ നമ്മളൊരു ബ്രിഡ്ജ് സെറ്റാക്കുന്നതാണ്. ഇപ്പം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ റെക്കോർഡ് ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം കണ്ടത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആ ഒരു പാലെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കണ്ടിട്ട് വരും. അപ്പോൾ ഞാൻ ഈ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. വലിയ ഭംഗിയുള്ള സാധനമൊന്നുമല്ല, ജസ്റ്റ് നമുക്കൊന്ന് പോയി വരാൻ ജസ്റ്റ് ഒരു ചെറിയ സാധനം ഉണ്ടാക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് പറ്റുകയാണെങ്കിൽ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ ഈ പാല് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പാലം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ റീപ്ലേ മോഡോ കാര്യങ്ങളോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. നമ്മൾ ഉണ്ടാക്കിയ ബ്രിഡ്ജ് ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ഈ ക്രാഫ്റ്റിംഗ് ടേബിളൊന്ന് ജസ്റ്റ് പൊട്ടിച്ചെടുക്കാം. ആൻഡ് ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. ചെറിയ സാധനമാണ്, കണ്ടാലൊരു മാതിരിക്ക് ഉണ്ട് എങ്കിലും നമുക്ക് പോയി വരാനല്ലേ ഇതൊക്കെ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ലെവലാക്കണം, അതിൻ്റെ ഒരു പണിയും കൂടി ഉണ്ട്. അതല്ലാതെ വലിയ പണികളൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ്. എങ്ങനെ ഉണ്ട് എന്ന് പറയാ. അപ്പോൾ ഇന്നെന്തോ സ്കിന്നിൻ്റെ എന്തോ ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ ആക്കിയിട്ടാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. രാത്രിയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ബ്രിഡ്ജ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബായ്.